ഈശോയെയും മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചതും കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലാക്കയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ ഗമനത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. നിശ്ചയമായും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ വിജയത്തിനായി അവരോടുകൂടെ നേട്ടങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ ഞങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ക്രിസ്മസ് അടുത്ത വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സ്വർഗത്തിലെ പങ്കുചേരുവാൻ ആദ്യം ധരിച്ച വീഴ്ത്തപ്പെട്ട നമുക്ക് പ്രിയങ്കരനായ അന്തരിച്ചറിഞ്ഞ് ഒരു ശരീരത്തിന്റെ ചുറ്റുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആയിരുന്നില്ലെങ്കിലും ഏതാണ്ട് 2 മരണത്തെ പുറത്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നീ അന്വേഷിച്ചറിഞ്ഞ് ഏർപ്പാടിലെ മുഖവരായിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും മക്കളോടും ദൈവത്തിന്റെ സഹോദരച്ചനോടും പ്രിയപ്പെട്ട മറ്റുള്ളവരോടും അതുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടുമുള്ള അനുശോചനം മറ്റുമായി എല്ലാവരെയും പേരിൽ ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ഈ ലോകത്തിലെ വെറും തീർത്ഥാടകർ മാത്രമാണ്. ലോകത്തിലേക്കുള്ള തീർത്ഥാടനം എന്നവരെ നമുക്ക് ഈ ലോകത്തിലെ മറ്റുമായ വസതിയില്ല. വളർച്ചപ്രായത്തില് മധ്യപ്രായത്തിന് പ്രായം കൂടി എല്ലാ ആളുകളുടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകണം, ദൈവത്തെ പ്രാപിക്കുക. നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത് സങ്കീർത്തനത്തിലെ വാചകമെന്ന് ചൊല്ലുകയുണ്ടായ വിഷയത്തെക്കുറിച്ച് സങ്കീർത്തനത്തിലെ വാചകം മനുഷ്യജീവൻ എടുത്തിരിക്കുന്നതാണ്. വലിയ പുഷ്പം പോലെ വളരുന്നു, ചുടുകാറ്റിരിക്കുമ്പോൾ വാടിപ്പോകുന്നു, അതിന് ശ്രജ്ഞാനമായി തീർന്നു. വാസ്തവത്തില് മനുഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ എത്രയോ ശരിയായ ഒരു വാചകമാണ് നിർവഹിച്ചത് എന്ന് മനസ്സിലാകും. ഈ ലോകത്തില് ജീവിക്കുന്ന ഓരോ ശിശുവും ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ നിമിഷവും മരണത്തിലേക്ക് എടുക്കുകയാണ്. മരണത്തിലൂടെ ദൈവത്തെ പ്രാപിക്കുക. സത്യത്തില് ഒരു കാര്യം സംഭവിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തെ അറിയാനും അറിഞ്ഞിട്ട് ആ ദൈവത്തെ സ്നേഹിക്കാനും സ്നേഹിച്ചിട്ട് ആ ദൈവത്തെ നേടാനും ആ ദൈവത്തിൽ ആനന്ദിക്കാനുമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തിലൂടെ കടന്നുകൊണ്ട് ദൈവത്തെ പ്രാപിക്കേണ്ടവരാണ് നമ്മളെല്ലാം. ഇതിനാർക്കും വഴിയില്ല. ഈ ലോകത്തിൽ ജനിക്കുന്നു, ഈ ലോകത്തിൽ ജീവിക്കുന്നു. ഓരോ മനുഷ്യനും ഈ മരണത്തിലൂടെ കടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൈവത്തിലേക്ക് ഓരോ നിമിഷം നടക്കുകയാണ്. അപ്പോൾ ഈ ആഗ്രഹിച്ചറിഞ്ഞ സംബന്ധിച്ചിടത്തോളം 66 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു. ആഗ്രഹിച്ചറിയാവുന്നത് നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം. അദ്ദേഹം ഒരു ഹിന്ദുമാനായിട്ടാണ് ഈ സമൂഹത്തിൽ ജീവിച്ചത്. അദ്ദേഹം ഗവൺമെന്റ് ജോലിയുണ്ടായിരുന്നു. എത്തി ആ ഗവൺമെന്റ് ജോലിയെല്ലാം കഴിഞ്ഞ് തന്റെ റിട്ടയറായി ഈ കൽപ്പനയിൽ വന്ന് അദ്ദേഹം താമസിച്ചു. എല്ലാവരും ജനറലായിട്ട് പെരുമാറുന്ന മനുഷ്യൻ, ഒരു ശാന്തത്തോടുകൂടി പെരുമാറുന്ന വ്യക്തി.
അദ്ദേഹം 3 മാസത്തിലെ 10 ദിവസങ്ങളിലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴല്ല തന്റെ അന്ത്യത്തെ കണ്ടുകൊണ്ട് ജീവിച്ച മനോഹരമായ രോഗത്തിന് വിധേയമാണ്. അതുകൊണ്ട് ഏത് സമയത്തും തന്റെ മരണം തന്റെ സമൂഹത്തിലുള്ള വീഴ്ചത്തോടുകൂടി ഉറപ്പോടുകൂടി അതിനുവേണ്ടി ഒഴുങ്ങി ജീവിച്ച ഒരു വ്യക്തിക്കാണ് നമ്മളെന്ന് വ്യക്തിയുടെ സംസ്കാര ശുശ്രൂഷയിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നത്. തന്റെ മക്കൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വേർപാടെപ്പോഴും ദുഃഖപൂർണ്ണമാണ്. എത്ര പ്രായം ചെയ്യുന്ന പ്രിയപ്പെട്ടവർ മരിച്ചാലും അത് വേർപാടെല്ലാം ദുഃഖപൂർണ്ണമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട അച്ഛൻ അദ്ദേഹം ജോലിയായ ശേഷത്തിന്റെ പ്രാവശ്യം അച്ഛന്മാരുടെ അനുഭവയിലും അച്ഛൻ 2 പ്രാവശ്യം ഞാൻ പ്രവർത്തിക്കുകയാണ്. അതുപോലെ മറ്റൊരാമ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസവവും, അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ഇവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖപൂർണ്ണമാണ് ഈ വേർപാട്. നമുക്ക് ഈ ദുഃഖത്തില് ദൈവത്തിന്റെ വേർപാടില് ദുഃഖമായിരിക്കുന്ന എല്ലാവരുമുള്ള ദുഃഖം എല്ലാ മനുഷ്യരും ഈ പ്രവർത്തിക്കുന്ന എല്ലാവരും നാം ക്ഷണിക്കും കൂടി അറിയിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കണം. വിവാഹയാത്രയിലൊക്കെ എല്ലാവരും സ്വപ്നം പറയാതെ നല്ല രീതിയിൽ പാട്ടുകൾ കാണിക്കൊണ്ട് ഭംഗിയായിട്ട് പങ്കെടുക്കുക. അങ്ങനെ നമുക്ക് ആഗ്രഹം നമുക്കിലേക്ക് ബഹുമാനം പ്രവർത്തിക്കുക. എല്ലാവരും തയ്യാറാകുകയും എല്ലാ പ്രശ്നത്തിനെയും ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ജീവിതത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി കാത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ദുഃഖം അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും വാർത്തയോടുകൂടെ ആത്മാവും രണ്ടോടുകയും പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗ്യങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മനസ്സിലായി ഒരു ഘട്ടനയാണ് ലോകം തോർപ്പെടുന്ന ആത്മാവിനെ സൂക്ഷ്മമായി ചെയ്യുവാൻ ജലശൂരന്മാരെ നിയോഗിക്കണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ച ഈ ആത്മാവിന്റെ പ്രാർത്ഥന കടന്നു ക്ഷണിക്കണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇരുപത്താനുമായി രക്ഷപ്പെടുത്തുന്ന പ്രതീക്ഷയും മനസ്സിലായി ദിവസത്തിന് നോക്കുന്നയാളി ആത്മാവിനെ പ്രകാശിക്കുകയും സ്വകാര്യവാസിയാക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മനസ്സിലായി കഴിയുന്നവരെ കൊടുക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായി നിന്റെ ദാസന്റെ പാപങ്ങൾ കൊടുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാട്ടക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആകാശത്തിലും ഭൂമിയിലും സ്ഥിരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരണം കടൽ പോലെ പാപമെനിക്കുള്ളിൽ വേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലക്കുന്നു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു.
അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതി കമ്പനിയെ അറിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്ര ആരംഭിക്കുകയാണ്. ചെയ്ത് ജീവിതത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും വഴിയിലേക്ക് ഇറങ്ങി 2 ലൈനായിട്ട് വഴിയിലേക്ക് പോവുക. നമ്മൾ പറഞ്ഞതുപോലെ അപ്പോഴാണ് പറയുന്നത്. പാട്ടുകൾ പാടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്രയിലെ നല്ലതുപോലെ പങ്കെടുക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. നല്ല ആൾക്കാർ വഴിയിലേക്ക് ഇറങ്ങുക, ഒരു സാധനം എടുക്കുക, നമുക്ക് യാത്രയായി മുന്നോട്ട് നീങ്ങാം. എന്റെ സഹോദരനെ ഞാനിപ്പോൾ നിന്നോട് യാത്ര പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പരിശുദ്ധന്മാർ പരമാനന്ദം നുരയുമിടത്തിൽ പോകുന്നു ഞാൻ. ആൾക്കാർ പോയിട്ട് നീ എന്നും നിലനിൽക്കുന്നു പോയി മറയുന്നേ ക്ഷണഭങ്കരമാ ലോകവും അതിലെ ജടികാശകളും അക്ഷയരാജ്യം നേടാനുദയം നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അന്തിമയാത്ര വിടവാങ്ങുന്നേ കുറച്ച് മുമ്പോട്ട് കയറ്റി കുറച്ചുകൂടെ മുമ്പോട്ട് കയറ്റി കുറച്ച് മുമ്പോട്ട് ഇവിടെ ചെളിയാന്ന് പറ കുറച്ചുകൂടെ മുമ്പോട്ട് കയറ്റി ചെളിയുണ്ട്
ഇറ്റിപ്പോ നമ്മളങ്ങനെ എടുത്തു. പിന്നെ അച്ഛൻ അവിടെ കിടന്നിട്ട് വെള്ളം വെച്ചിട്ട് വല്ല കാര്യം അതല്ലേ കറക്റ്റ് അതുപോലെ നല്ല സമയത്ത്
കൊച്ചിൻ്റെ എടുത്ത് സജി കൊച്ചിൻ്റെ എടുക്കും കൊച്ചിനാണ് നിർത്തിച്ച് ഇച്ചിരി സൈഡിൽ നിൽക്കണം സാർ പെണ്ണെങ്കിൽ മുത്തി വരാൻ വേണ്ടി മോളെ മുത്തിയിട്ട് ഇങ്ങോട്ട് പോകും മോളെ ഇങ്ങോട്ട് പോകും സിസ്റ്റർ ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് ശരണവും അരുളിടാൻ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കൽഹന വിളരും
വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നു. സ്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നിയമബദ്ധമണിയിക്കുന്നു. ഇവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ പൗരമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ആമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉപദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ ശിക്ഷിക്കുകയും അന്നവിധേയരാക്കുകയും അന്നശേഷം ഉയർപ്പിച്ചവരാക്കുകയും ചെയ്ത് ദൈവമാകട്ടെ. ഇപ്പം കുട്ടിയോട് ആരെങ്കിലും മുത്താനുണ്ടെങ്കിൽ ഇപ്പം കുട്ടിക്കോ. ആ കുരിശാണ് ആ കുരിശാണ് കുരിശാണ്. തിരിച്ചു സീമകളെല്ലാം മുഖരിതമാക്കും. പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവന നിന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ അതിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പൊടിയാകുന്ന പൊടിയിലേക്ക് മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക.
കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിലനിൽക്കണമേ. നല്ലവരൊത്തു വലമ്പാകെ ഇല്ലൂർ മാറാൻ പറ. ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ആദിമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമഴയെല്ലാം കാണുന്നു. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാനി പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. രാജ്യം നേടും മനുഷ്യനു ഭാഗ്യം. ഭാഗ്യം. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കളയണമേ. ചെയ്യട്ടെ.
പാപങ്ങളെ പൊറുക്കുന്നവനും കരുണാവാനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കാര്യത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ജനങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ ഇപ്പൊ എവിടെയായിരുന്നു? ഇവിടെ ഇല്ലാന്നല്ലോ. ഇപ്പോഴാണോ വന്നത്? കൊന്ത കുടിശ്ശി പാടില്ല, ബാക്കിയല്ല കൊന്തായിട്ട് മൂടും. എന്നിട്ട് ആ കുരിശനായി കുഴിയിൽ ദൂരെ ഞാൻ കുഴിയിലിട്ട് മൂടിയല്ലോ, പിന്നെ കൂടെ മൂടിയ 1000 രൂപ. ഇതിലൊരു മാതാവിന്റെ രൂപമുണ്ട്. മകനെ മൂടിയല്ലോ. ഇതിപ്പോ എടുക്കാനൊക്കെ ഉൾപ്പെടുത്തുന്നില്ല, അവനെ കാണിക്കുന്നില്ല. ഇതിനുണ്ടായിരുന്നല്ലോ ഇതിനെ. പിന്നെ അവിടെ ഒന്നും ഡയറക്ഷൻ ചെയ്യുന്നില്ല. എന്റെ അഭിപ്രായം പറയണ ഈ മരുപണി കെട്ടപ്പണിയാ. അച്ഛൻ 2 മണിക്ക് വേറെ പരിപാടികൾ. മണി 1:30 ആയി. ഉന്നത ദൂതൻ അറിയല്ലേ? ഭാര്യ ഞാനത് അർത്ഥം എന്നാന്നറിയാമോ? അത് ഫ്രിഡ്ജ് വെച്ചിരുന്ന അഞ്ഞോ എവിടെ ഇട്ടാ അതിനകത്ത് കുറച്ച് വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിന്റെ അത് ഐസിന്റെ പല വിസർമ്മ
പറഞ്ഞു വിശപ്പില്ല. ഇപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ എത്ര മണിക്കൂർ കഴിയും? 6 മണിക്കൂർ. 3 മണിക്കൂറാണ് അല്ലേ? 6 മണിക്കൂർ. 6 ആണോ? ഞാനവർക്ക് അവരൊരു ഫാൻ പോലും കൊണ്ട് വെച്ചേക്കാതെ അങ്ങനെ ഒത്തിരി നേരം വെച്ചല്ലോ. പാലിച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതായത് ബോഡി പോകുന്നതിന് മുമ്പ് ഇപ്പം മരിച്ചു. ഇപ്പൊ 1 മണിക്ക് മരിച്ചു. 1 മണിക്കാണ് കയറ്റുന്നത്. പോകുന്നതിന് മുമ്പ് കഴിയുന്ന നേരത്തെ നമുക്കറിയാമല്ലോ ഉണ്ടാക്കിയ മക്കളാരാണ്. അതിനുകൊണ്ട് അന്നേരം വെച്ചേക്കാൻ താമസിച്ച് ചൂട് കൊടുക്കേണ്ടതാണ് പ്രശ്നം അല്ലേ? ഏറ്റവും നല്ല അതാണ്, കൂടുതൽ സമയം ഇരിക്കാനേ. 6 മണിക്കൂറൊന്നും അല്ലെന്ന് അതിൽ തെറ്റിദ്ധാരണ. ഇപ്പൊ ഞാൻ പറഞ്ഞേക്ക് ഇവിടുന്ന് പിടുത്താന്ന് വെച്ചു. അല്ല വേണ്ട 7:30 7:30 എടുത്തു കഴിഞ്ഞാൽ 8:30 9:30 11:30 5 സുഖമായിട്ട് പുറത്തിരിപ്പുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല.